ശ്രദ്ധിക്കുക, നമ്മൾ സെമി കണ്ടക്ടറിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് പറയുന്നത് ലോജിക് ഗേറ്റ്സ്. ലോജിക് ഗേറ്റ്സ്. ഇപ്പം ഈ ലോജിക് ഗേറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡിജിറ്റൽ സർക്യൂട്ടാണ്. ഡിജിറ്റൽ സർക്യൂട്ട്. എന്താണ് ഈ ഡിജിറ്റലും അനലോഗും? ഇവിടെ നമ്മൾ സാധാരണ ഈ സിഗ്നൽസ് ശരിക്കും രണ്ട് ടൈപ്പ് ഉണ്ട്. ഡിജിറ്റലും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, അനലോഗും ഉണ്ട്. ഡിജിറ്റൽ അതേപോലെ തന്നെ അനലോഗ് അല്ലേ? ഇപ്പം നമ്മൾ വാച്ച് തന്നെ നോക്കുകയാണെങ്കിൽ വാച്ച് ഡിജിറ്റ്സ് ആയിട്ട് കാണിക്കുന്ന വാച്ചുകളില്ലേ അല്ലെ? ഇപ്പം നമ്മൾ കയ്യിൽ കെട്ടുന്ന വാച്ച് ശരിക്ക് എന്താണ്, ഹവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്, സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് 3 ഹാൻഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ സാധാരണ അനലോഗ് ടൈപ്പാണ് പറയാം. ചിലപ്പോൾ ഡിജിറ്റ്സ് ഉണ്ടാവും, 10, 12, 10, 7 എന്ന് കാണിക്കുന്ന നമ്പേഴ്സ് ഉണ്ടാവും. അതെന്താണ് ശരിക്ക് ഡിജിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അത് രണ്ടെന്താണ്, ഈ വേവുകൾ സാധാരണ നമ്മൾ 2 തരത്തിൽ പറയാറുണ്ട്. ഡിജിറ്റലും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, അനലോഗും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ലോജിക് ഗേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറയുന്നതാണ് ലോജിക് ഗേറ്റ്സ്. അപ്പോൾ ഈ ലോജിക് ഗേറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡിജിറ്റൽ സർക്യൂട്ടാണ്. ഡിജിറ്റൽ സർക്യൂട്ട്. അപ്പോൾ ലോജിക് ഗേറ്റിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ സർക്യൂട്ട് having certain relation between input and output. അപ്പോൾ അതൊരു ഡിജിറ്റൽ ആയിട്ടുള്ള സർക്യൂട്ടാണ്, ഡിജിറ്റൽ സർക്യൂട്ട്. അപ്പോൾ ഡിജിറ്റൽ സർക്യൂട്ടാണ്. ആ ഡിജിറ്റൽ സർക്യൂട്ട് എന്താണ്, ഹാവിങ് certain relationship between input and output. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ എന്തുണ്ടാവും, ഒരു certain relationship ഉണ്ടാവും അല്ലേ? അങ്ങനെയുള്ള ഡിജിറ്റൽ സർക്യൂട്ടിനെ നമ്മൾ സാധനം എന്തെന്ന് പറയുക, ലോജിക് ഗേറ്റ്സ്. ഈ ലോജിക് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്താണ്, സെമി കണ്ടക്ടറും അതേപോലെ തന്നെ ഡയോഡും ട്രാൻസിസ്റ്ററും ഉപയോഗിച്ചിട്ടാണ്. ബിൽഡ് ബൈ ഡോപ്ഡ് ഡയോഡ് ആൻഡ് ട്രാൻസിസ്റ്റർ. നമ്മൾ ഓൾറെഡി ഡയോഡിനെ കുറിച്ചും ട്രാൻസിസ്റ്ററിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡയോഡും ട്രാൻസിസ്റ്ററിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറഞ്ഞത്, ലോജിക് ഗേറ്റ്. അപ്പോൾ ബിൽഡ് ബൈ സെമി കണ്ടക്ടറാണ്. സെമി കണ്ടക്ടറാണ് ഡോപ്ഡ് ഡയോഡ് ആൻഡ് ട്രാൻസിസ്റ്റർ. അതിന് നമ്മൾ സാധനം എന്താ പറയുക, ലോജിക് ഗേറ്റ്. അപ്പോൾ ഈ ലോജിക് ഗേറ്റിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത് എന്താണ്, ഈ ഗേറ്റിന് എന്തുണ്ടാവും, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു certain റിലേഷൻ ഉണ്ടാവും. ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇത് കാണിക്കാനാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ എന്ന സംഭവം വരികയാണ്. അപ്പോൾ ഇവിടെ ഒരു ലോജിക് ഗേറ്റിൽ വരുന്ന ഒരു ടേബിളാണ് ട്രൂത്ത് ടേബിൾ. ആ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ലോജിക് ഗേറ്റിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊരു certain റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ നമുക്ക് എവിടെ നോക്കിയാൽ മനസ്സിലാവും, ഒരു ട്രൂത്ത് ടേബിൾ ഉണ്ടാവും. അപ്പോൾ എന്താണ്, ലോജിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് represented in ട്രൂത്ത് ടേബിൾ ആണ്. ട്രൂത്ത് ടേബിൾ. ശ്രദ്ധിക്കുക, ഈ ലോജിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ എന്തുണ്ടായിരിക്കും, ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അത് എവിടെ റെപ്രസെന്റ് ചെയ്യുക, ട്രൂത്ത് ടേബിൾ. അപ്പോൾ നമുക്കൊരു ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞ സംഭവം വരയ്ക്കും. ആ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആ ലോജിക് ഗേറ്റിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻ അല്ലേ? സാധാരണ ഈ ട്രൂത്ത് ടേബിളിൽ 2 വാല്യൂസേ ഉണ്ടാവുള്ളൂ, 1 അല്ലെങ്കിൽ 0. 0, 1 ഈ 2 വാല്യൂ ഡിജിറ്റലിന് ഉണ്ടാവുള്ളൂ. ഈ അനലോഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, അനലോഗ് നമ്മൾ ഇങ്ങനെ വരുന്ന സിഗ്നലൊക്കെ നമ്മൾ സാധനം അനലോഗ്. ഇങ്ങനെ വരുന്ന സിഗ്നൽസ് ഒക്കെ എന്ത്, അനലോഗ്. അനലോഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കും അല്ലെ? ഇതൊക്കെ അനലോഗ് വേവ് ആണ്. ഡിജിറ്റൽ വേവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. ഡിജിറ്റൽ വേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടുള്ളൂ. ദാറ്റ് മീൻസ് ഇവർക്ക് 2 വാല്യൂസ് ഉള്ളൂ. ഇത് 1 ആവും, ഇതെന്തു ആവും, 0 ആവും. അപ്പോൾ മാക്സിമം മിനിമം, ഇത് മിനിമം, ഇത് മാക്സിമം. അപ്പൊ ഡിജിറ്റൽ ഗേറ്റിന് ആകെ 2 വാല്യൂസ് ഉണ്ടാവുള്ളൂ. ഇത് അനലോഗ് ആണ്, അനലോഗ് വേവ് ആണ്. ഇതെന്താണ്, ഡിജിറ്റൽ ആണ്. ഈ ഡിജിറ്റലിന് ആകെ 2 വാല്യൂസ് ഉണ്ടാവുള്ളൂ, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 അല്ലേ? അപ്പൊ 0 എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലോ ആണ്, 1 എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ഹൈ ആണ്. മനസ്സിലായോ? അപ്പൊ സാധാരണ ഈ ഡിജിറ്റൽ ഗേറ്റ്സ് അല്ലെങ്കിൽ ലോജിക് ഗേറ്റിൽ ഇൻപുട്ടും ഉണ്ടാവും ഔട്ട്പുട്ടും ഉണ്ടാവും. ആ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് 0യും 1ഉം മാത്രമേ ഉള്ളൂ. അല്ലാതെ വാല്യൂസ് കണ്ടിന്യൂസ്ലി മാറൂല. 0 എന്ന എന്താ അർത്ഥം, ലോ അല്ലെങ്കിൽ ഓഫ് എന്നുള്ള അർത്ഥം, ലോ അല്ലെങ്കിൽ ഓഫ്. 1 വന്നാലോ ഹൈ അല്ലെങ്കിൽ ഓൺ, സ്വിച്ച് ഓൺ. ഇപ്പൊ സർക്യൂട്ട് സ്വിച്ച് ഓൺ, ഹൈ കാണിക്കും
അല്ലെ. അപ്പോൾ 1 വന്നാൽ ഹൈ എന്നർത്ഥം അല്ലെ. ഇപ്പൊ നിങ്ങളെ വാല്യൂ ഇപ്പൊ 10 വോൾട്ട് കാണിച്ചാലും അത് ഇൻഡിക്കേറ്റ് ചെയ്ത് 1 ആണ്. 10 വോൾട്ട് വരുന്നത് 0 ആണെന്ന് വിചാരിക്കുക. 0 വോൾട്ടിന് 0 ലോ. അപ്പൊ 10 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുമ്പോഴും 1 ആണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. 25 വോൾട്ട് ഔട്ട്പുട്ട് വരുമ്പോഴും 1 ആണ്. ദാറ്റ് മീൻസ് ഡിജിറ്റൽ സർക്യൂട്ടിന് ആകെ 2 വാല്യൂസ് ഉള്ളൂ, 0യും 1ഉം. 0 വന്നാൽ ലോ, 1 വന്നാൽ ഹൈ. അതേപോലെ തന്നെ ഈ ലോജിക്കൽ റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഒരു ബൂളിയൻ ആൾജിബ്ര എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ബൂളിയൻ ആൾജിബ്ര. അപ്പൊ ഈ ബൂളിയൻ ആൾജിബ്ര ഉപയോഗിച്ച് നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഈ ലോജിക്കൽ റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മളെ ലോജിക്കൽ റിലേഷൻഷിപ്പ് നമ്മൾ ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ മാത്തമാറ്റിക്കൽ നമ്മൾ വെക്ടർ ആൾജിബ്ര പഠിച്ചില്ലേ, നോർമൽ ആൾജിബ്ര, അതേപോലെ തന്നെ ബൂളിയൻ ആൾജിബ്ര എന്നുള്ള സംഭവം ഉണ്ട് ഈ റിലേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപയോഗിച്ച് നമുക്ക് ലോജിക് ഗേറ്റ്സ് റെപ്രസെന്റ് ചെയ്യാം. പക്ഷേ ഈ ലോജിക് ഗേറ്റ്സിൽ എത്ര വാല്യൂസ് ഉള്ളൂ? ഒന്നുകിൽ 0 ഉണ്ടാവും, അല്ലെങ്കിൽ 1 ഉണ്ടാവും. 0 വരുന്നത് ലോ കാണിക്കാൻ 0, 1 കാണിക്കാൻ ഹൈ. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ലോജിക് ഗേറ്റ്സിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറയുന്നത് ബേസിക് ഗേറ്റ്സ് ആണ്. ബേസിക് ഗേറ്റ്സ്. ഈ ലോജിക് ഗേറ്റിൽ 3 ഗേറ്റിനെ നമ്മൾ സാധനം ബേസിക് ഗേറ്റ്സ് എന്ന് പറയാം. ഒന്ന് ഓർ ഗേറ്റ് എന്ന് പറയും. ഒന്ന് ഓർ ഗേറ്റ്. 2 ആൻഡ് ഗേറ്റ്. 3 നോട്ട് ഗേറ്റ്. ശ്രദ്ധിക്കാം, നമുക്ക് സെമി കണ്ടക്ടർ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന ഡിജിറ്റൽ സർക്യൂട്ടിനെ നമ്മൾ ലോജിക് ഗേറ്റ്സ് എന്ന് പറയാം. മെയിൻ ആയിട്ട് ബേസിക് ആയിട്ട് വരുന്ന 3 ഗേറ്റുകളാണ്. ഒന്ന് ഓർ ഗേറ്റ്, ഒന്ന് ആൻഡ് ഗേറ്റ്, ഒന്ന് നോട്ട് ഗേറ്റ്. ഈ 3 ആളുകളെ നമ്മൾ എന്തെന്ന് പറയാ? ബേസിക് ഗേറ്റ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഓർ ഗേറ്റ് ഒരു ഓപ്പറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ y ഈക്വൽ ടു a പ്ലസ് ബി ആണ്. y ഈക്വൽ ടു a പ്ലസ് ബി. ഇതാണ് ഓർ ഗേറ്റിന്റെ ലോജിക്കൽ ഓപ്പറേഷൻ. ഇതിൽ y എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്. y എന്താണ്? ഔട്ട്പുട്ട് ആണ്. എയും ബിയും എന്താണ്? ഇൻപുട്ട് ആണ്. അപ്പൊ ഇതാണ് സാധാരണ ഒരു ഓർ ഗേറ്റിന്റെ ലോജിക്കൽ ഓപ്പറേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോജിക് ഗേറ്റ്സിന് എന്തുണ്ടാവും? ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു സെർട്ടൈൻ ലോജിക്കൽ റിലേഷൻ ഉണ്ടാവും. ആ ലോജിക്കൽ റിലേഷൻ ആണ് y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി. അപ്പൊ അഡിഷൻ, ഈ ഓർ ഗേറ്റോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഡിഷൻ തുല്യമായിട്ടാണ് വരിക, a പ്ലസ് ബി. അപ്പൊ ഈ y എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ആണ്. എയും ബിയും ഇൻപുട്ട് ആണ്. അപ്പൊ y ഈസ് ഈക്വൽ ടു a പ്ലസ് ബി. ഇതിന് നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യാറ്, ഇതിന്റെ ഓരോ ഗേറ്റിനും ഓരോ റെപ്രസെന്റേഷൻ ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു റെപ്രസെന്റ് ചെയ്യാറ്? ഓർ ഗേറ്റിനെ റെപ്രസെന്റ് ചെയ്യാറ്. ഇതാണ് എ, ഇതാണ് ബി ഇൻപുട്ട്, ഇതാണ് അവരുടെ ഔട്ട്പുട്ട് y. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ഇതൊരു റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഇതാണ് സാധാരണ ഒരു ഓർ ഗേറ്റിന്റെ റെപ്രസെന്റേഷൻ. അപ്പൊ ഓർ ഗേറ്റ് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറ്. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനത്തെ പിക്ചേഴ്സോ കണ്ടാൽ മനസ്സിലാക്കുക ഇത് ആരെ സിമ്പലാണ്? ഓർ ഗേറ്റിന്റെ സിമ്പലാണ്. ഇതാണ് ഓർ ഗേറ്റിന്റെ സിമ്പൽ. ക്ലിയർ? ഓർ ഗേറ്റ് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഈ എയും ബിയും ഇൻപുട്ടാണ്, y ആരാണ്? ഔട്ട്പുട്ടാണ്. നമുക്കറിയാം ഈ ലോജിക്കൽ റിലേഷൻഷിപ്പ് എന്താണ്? y ഈക്വൽ a പ്ലസ് ബി. ഇത് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് വരയ്ക്കണം? ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. അപ്പോൾ നമ്മളുടെ ലോജിക്കൽ റിലേഷൻസ് റെപ്രസെന്റ് ചെയ്യുന്ന ടേബിൾ ആണ് ആര്? ട്രൂത്ത് ടേബിൾ. ഞാൻ ട്രൂത്ത് ടേബിൾ ആണ് വരയ്ക്കുന്നത്. ഇവിടെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ എത്ര വരയ്ക്കണം? 3 ബോക്സ് വരയ്ക്കുക. ആദ്യത്തെ ബോക്സിൽ a, രണ്ടാമത്തെ ബോക്സിൽ ബി, മൂന്നാമത്തെ ബോക്സിൽ y ഈക്വൽ ടു a പ്ലസ് ബി. ഇതാണ് വരുമ്പോഴുള്ള ലോജിക്കൽ റിലേഷൻ. ക്ലിയർ അല്ലേ? a b y ഈസ് ഈക്വൽ a പ്ലസ് ബി. ആദ്യം എക്കും ബിക്കും രണ്ടും 0 0 0 അല്ലെ? എയും 0 കൊടുത്തു, ബിയും 0 കൊടുത്തു. ഞാൻ പറഞ്ഞു ആകെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും പോസിബിൾ വാല്യൂസ് ഏതൊക്കെ ഉള്ളൂ? 0യും 1ഉം. 0 കൊടുത്താൽ ലോ എന്നർത്ഥം, 1 കൊടുത്താൽ ഹൈ എന്നർത്ഥം. 0 0 ഞാൻ കൊടുത്തു, അല്ലെങ്കിൽ എനിക്ക് എന്ത് കൊടുക്കാം? 1 0 കൊടുക്കാം, അല്ലെങ്കിൽ 0 1 കൊടുക്കാം, അല്ലെങ്കിൽ 1 1. എടാ ഇത്ര പോസിബിലിറ്റി അല്ലേ ഉള്ളൂ. ഇനി വേറെ ഏതെങ്കിലും വാല്യൂ പോസിബിൾ ആണോ? അല്ല. കാരണം നമുക്കറിയാം 2 വാല്യൂസ് നമ്മൾ കൊടുക്കാറ്, ലോ കാണിക്കാൻ 0, 1 കാണിക്കാൻ ഹൈ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക 0 0. അപ്പൊ എ ഇൻപുട്ട് രണ്ടും 0 0 0 എന്നാണ് എന്താ കിട്ടുക? 0 പ്ലസ് 0. ആൻസർ എന്ത് കിട്ടും? 0 കിട്ടും. എടാ അതാണ് ലോജിക്കൽ ഓപ്പറേഷൻ അല്ലെ? അപ്പൊ 0 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ത് തന്നെ കിട്ടും? 0. കാരണം ഔട്ട്പുട്ട് y ഈക്വൽ a പ്ലസ് ബി ആണ്. 0 പ്ലസ് 0 0 വന്നു.
അല്ലേ? ഇനി അടുത്ത് നോക്കാം. എന്റെ വാല്യൂ 1 കൊടുത്തു, ബിന്റെ വാല്യൂ 0 കൊടുത്തു. 1 0 ആണ് അടുത്ത പോസിബിലിറ്റി. 1 0 എന്നാൽ 1 + 0 1 വരും. 1 + 0 1 വരും. ക്ലിയർ? അടുത്തത് 0 1. എക്ക് 0 കൊടുത്തു, ബിന് 1. 0 1 0 + 1 1 0 + 1 1 കിട്ടും അല്ലേ? കാരണം y = a + b ആണ് ലോജിക്കൽ ഓപ്പറേഷൻ. അടുത്ത 1 എക്ക് 1 ബിക്ക് 1 എക്കും 1 ബിക്കും 1. അപ്പൊ എന്താ കിട്ടുക? എക്കും ബിക്കും 1 വന്നാൽ 1 + 1 2 അല്ല കിട്ടുക? അല്ല, 1 + 1 2 ആണ്. പക്ഷെ നമുക്ക് ഹൈ കിട്ടിയെന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ 2 ഒന്നും ഡിജിറ്റൽ ഗേറ്റ്സിൽ വരില്ല. ഡിജിറ്റൽ ഗേറ്റ്സിൽ എന്തേ ഉള്ളൂ? ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. അപ്പൊ ഇതാണ് ട്രൂത്ത് ടേബിൾ. ആരെ ട്രൂത്ത് ടേബിൾ? ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ഓർ ഓപ്പറേഷൻ? ഓർ ഗേറ്റിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് y = a + b ആണ് അല്ലെ? 0 0 കൊടുത്താൽ 0 0 + 0 0 1 0 കൊടുത്താൽ 1 + 0 1 0 + 1 കൊടുത്താൽ 1 1 + 1 കൊടുത്താൽ 2 അല്ല 1 തന്നെയാണ്. ഹൈ കിട്ടിയെന്നേ അർത്ഥമുള്ളൂ. 1 + 1 വന്നാൽ ഹൈ ആണ് ആൻസർ. ആ ഹൈ ഇൻഡിക്കേറ്റ് ചെയ്യാൻ 1. അപ്പൊ 1 + 1 2 അല്ല, 1 + 1 1 ഹൈ. ഇതാണ് ഓർ ഗേറ്റിന്റെ എന്താണ് ട്രൂത്ത് ടേബിൾ. ഇതാണ് ആ ഗേറ്റിന്റെ റെപ്രസെന്റേഷൻ. ഇതാണ് അവരുടെ ലോജിക്കൽ ഓപ്പറേഷൻ. ക്ലിയർ ആണോ? ജസ്റ്റ് സിംപ്ലി അഡീഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഏത് ഗേറ്റ്? ഓർ ഗേറ്റ്. ക്ലിയർ? ഇനി അടുത്ത ഗേറ്റ് ഏതാണ്? ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് ലോജിക്കൽ ഓപ്പറേഷൻ എന്താ വെച്ചാൽ y = a.b ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള അർത്ഥമാണ്. y = എന്താണ്? a.b. y ആരാണ്? ഔട്ട്പുട്ട്. എയും ബിയും ആരാണ്? ഇൻപുട്ട്. ഞാൻ വീണ്ടും എഴുതുന്നില്ല. ഓക്കെ, ഈ y ആരാണ്? ഔട്ട്പുട്ട്. എയും ബിയും ഇൻപുട്ട്. പക്ഷെ ഒരു ലോജിക്കൽ ഓപ്പറേഷൻ എന്താണ്? ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻ എന്താണ്? y = എന്താണ്? a.b. a.b എന്ന് പറഞ്ഞാൽ a മൾട്ടിപ്ലൈഡ് വിത്ത് b എന്നർത്ഥം. സിംപ്ലി ആൻഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് മീനിങ്. ഓർ അഡിഷൻ. ആൻഡ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇയാളെ ഗേറ്റിന്റെ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ്. ഇങ്ങനെ വരയ്ക്കണം. ഇതാണ് ആൻഡ് ഗേറ്റിന്റെ റെപ്രസെന്റേഷൻ. ഇത് എ, ഇത് ബി, ഇതാണ് ആ ഔട്ട്പുട്ട് y. y = ആരാണ്? a.b. y = a.b. ഇങ്ങനെ വരച്ചാൽ ഓർ ഗേറ്റിന്റെ റെപ്രസെന്റേഷൻ. ഇങ്ങനെ വരച്ചാൽ ആൻഡ് ഗേറ്റിന്റെ റെപ്രസെന്റേഷൻ. ഇങ്ങനെ വരയ്ക്കുന്നതിന് നമ്മൾ എന്ത് ഗേറ്റ് എന്ന് പറയാ? ആൻഡ് ഗേറ്റ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഇനി ജസ്റ്റ് എനിക്ക് എന്ത് വരച്ചാൽ മതി? ഇവരെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ വരയ്ക്കണം അല്ലെ? ഇതാണ് അവരെ സിമ്പൽ. സിമ്പലൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇങ്ങനെ വരയ്ക്കുന്നതാണ് ആൻഡ് ഗേറ്റ്. ഓക്കെ, ഇനി അടുത്ത് ഞാൻ അവരെ ട്രൂത്ത് ടേബിൾ ആണ് വരയ്ക്കുന്നത്. ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ എന്തിനാണ്? അപ്പോഴാണ് നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ലോജിക്കൽ റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടുക. ശരിയല്ലേ? അപ്പോൾ നേരത്തെ വരച്ച പോലെ തന്നെ എന്ത് ചെയ്തു? ഫസ്റ്റ് കോളത്തിൽ ഞാൻ എ എന്ന് പറഞ്ഞ ഇൻപുട്ട്, സെക്കൻഡ് കോളത്തിൽ ബി എന്ന് പറഞ്ഞ ഇൻപുട്ട്, തേർഡ് കോളത്തിൽ y ആണ് ഔട്ട്പുട്ട്. y = a.b. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഇൻപുട്ട്, ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. ഓക്കെ, ഇനി പോസിബിൾ വാല്യൂസ് പറയും. നേരത്തെ അതേപോലെ തന്നെ രണ്ടാളും 0 വരാം, 0 0 വരാം, അല്ലെങ്കിൽ 1 0 വരാം, അല്ലെങ്കിൽ 0 1 വരാം, അല്ലെങ്കിൽ 0 0 വരാം. ഇതല്ലേ പോസിബിൾ വാല്യൂസ്? ഇവിടെ വേറെ എങ്ങനെ പോസിബിൾ വാല്യൂസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് നമുക്ക് ഇൻപുട്ട് കൊടുക്കാവുന്ന പോസിബിൾ വാല്യൂസ് അല്ലേ? രണ്ടും 0, ഇൻപുട്ടും 2 ഇൻപുട്ടും 0 0 0 1 0 0 1 0 0 അല്ലല്ലേ? എന്താണ് 1 1 0 0 ഓൾറെഡി കൊടുത്തില്ലേ? അപ്പൊ എന്താ വരിക? 1 1. ശരിയല്ലേ? ഇതാണ് പോസിബിൾ വാല്യൂസ്. ഇനി നോക്കുക, ഞാൻ പറഞ്ഞു ആൻഡ് ഗേറ്റ് ഇക്വലന്റ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ആലോചിച്ചാൽ മതി അല്ലെ? ഓർ ആഡ് ചെയ്യുക, ആൻഡ് മൾട്ടിപ്ലൈ ചെയ്യുക. 0 × 0 0 കിട്ടും. 0 × 0 0 1 × 0 0 0 × 1 0 1 × 1 1 ഹൈ കിട്ടി. അപ്പോൾ ഒരു കേസിൽ മാത്രം നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, ബാക്കി എല്ലാ കേസിലും ഔട്ട്പുട്ട് ലോ. ഇവിടെ ഒരു കേസിൽ മാത്രം ഔട്ട്പുട്ട് ലോ, ബാക്കി എല്ലാ കേസിലും ഹൈ കിട്ടും അല്ലേ? അപ്പൊ 0 × 0 0 1 × 0 0 0 × 1 0 1 × 1 1 മൾട്ടിപ്ലിക്കേഷൻ. ഇതാണ് ട്രൂത്ത് ടേബിൾ ഓഫ് ഏത് ഗേറ്റ്? ആൻഡ് ഗേറ്റ്. ഇതാണ് ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മള് ഓർ ഗേറ്റ് പറഞ്ഞു, ആൻഡ് ഗേറ്റ് പറഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമത്തെ ബേസിക് ഗേറ്റ് ആണ് ആര്? നോട്ട് ഗേറ്റ്. അവിടെ നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ ഇൻപുട്ടും ഒറ്റ ഔട്ട്പുട്ടും ഉള്ളൂ. y = a* എന്നാണ് പറയുന്നത്. y = a*. അപ്പൊ ഇതാണ്
നോട്ട് ഗേറ്റ്. ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും. നോട്ട് ഗേറ്റ് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇത് ഇങ്ങനെ വരയ്ക്കുന്നതിന് നമ്മൾ നോട്ട് ഗേറ്റ് എന്ന് പറയാ. ഇതാണ് ഇൻപുട്ട് എ. വൈ എന്ത് വരും? വൈ ഇസ് ഈക്വൽ ടു എ ബാർ. വൈ ഇസ് ഈക്വൽ ആരാണ്? എ ബാർ. അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് പറയാ? നോട്ട് ഗേറ്റ്. അപ്പൊ നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് എഴുതിയാൽ മതി. വൈ ഇസ് ഈക്വൽ എ ബാർ. ദാറ്റ് മീൻസ് ഇവരെ ട്രൂത്ത് ടേബിൾ വരച്ചാൽ നമുക്ക് എന്താ സംഭവിക്കുക? എടാ ആകെ ഒറ്റ ഇൻപുട്ടും ഉള്ളൂ, ഒരു ഔട്ട്പുട്ടും ഉള്ളൂ അല്ലേ? ഇത് എ, ഇത് വൈ. വൈ ഇസ് ഈക്വൽ എ ബാർ ആണ്. വൈ ഇസ് ഈക്വൽ എ ബാർ. അതിന്റെ അർത്ഥം ഇവിടെ 0 കൊടുത്താൽ ഇവിടെ 1 കിട്ടും, ഇവിടെ 1 കൊടുത്താൽ ഇവിടെ 0 കിട്ടും. അത്രേ ഉള്ളൂ അല്ലെ? നോട്ട് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചു വരും അല്ലെ? അപ്പൊ അതിനെ നമ്മൾ സാധനം എന്ത് ഗേറ്റ് എന്ന് പറയാ? നോട്ട് ഗേറ്റ് എന്ന് പറയാം. അപ്പൊ എന്താണ് നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിക്കുക, വൈ ഇസ് ഈക്വൽ എന്താണ്? വൈ ഇസ് ഈക്വൽ ടു എ ബാർ ആണ്. വൈ ഇസ് ഈക്വൽ എ ബാർ. കാരണം ഇവിടെ ഒറ്റ ഇൻപുട്ട് ഉള്ളൂ. ഓർ ഗേറ്റിന് 2 ഇൻപുട്ട് ഉണ്ട്, ആൻഡ് ഗേറ്റ് 2 ഇൻപുട്ട് ഉണ്ട്. പക്ഷെ നോട്ട് ഗേറ്റിന് ഒറ്റ ഇൻപുട്ട്. ഇവിടെ 1 കൊടുത്താൽ അപ്പുറത്ത് 0 കിട്ടും. നേരെ റിവേഴ്സ് അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. അതിന് നോട്ട് ഗേറ്റ് എന്ന് പറയാം. വൈ ഇസ് ഈക്വൽ എ ബാർ. ഇത് ബി ആണെങ്കിൽ വൈ ഇസ് ഈക്വൽ ബി ബാർ. ഇത് സി ആണെങ്കിൽ വൈ ഇസ് ഈക്വൽ സി ബാർ. 1 ഇൻപുട്ട് 1 ഔട്ട്പുട്ട് അല്ലെ? ഇതാണ് അവരെ നോട്ട് ഗേറ്റിന്റെ സിമ്പൽ. ലോജിക് ഗേറ്റ് നോട്ട് ഗേറ്റിന്റെ സിമ്പൽ ഇതാണ്. ഇതേപോലെ ട്രയാങ്കിൾ ഇവിടെ ഒരു ഡോട്ട് വരയ്ക്കണം കേട്ടോ അല്ലെ? ഇതേപോലെ ട്രയാങ്കിൾ ഇവിടെ ഒരു ഡോട്ട് വരച്ചാൽ ഇതാണ് നോട്ട് ഗേറ്റിന്റെ സിമ്പൽ. അവരുടെ ലോജിക്കൽ ഓപ്പറേഷൻ എന്താണ്? വൈ ഇസ് ഈക്വൽ ടു എ ബാർ. വൈ ഔട്ട്പുട്ട്, എ ഇൻപുട്ട് അല്ലെ? എ ആണ് ഇൻപുട്ട്, എ ബാർ റിസൾട്ട് ആണ് അല്ലെ? വൈ ഇസ് ഈക്വൽ എ ബാർ. അപ്പൊ എ കൊടുത്തു, പക്ഷെ വൈ എ ബാറിന് തുല്യം. അപ്പൊ എ 0 വന്നാൽ എ ബാർ 1, എ 1 വന്നാൽ എ ബാർ 0. നേരെ ഓപ്പോസിറ്റ്, റിവേഴ്സ്, തിരിച്ചെഴുതുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ട്രൂത്ത് ടേബിൾ. കാരണം വേറെ വാല്യൂസിന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എ എന്നാണ് ഒറ്റ ഇൻപുട്ട് ഉള്ളൂ. അതിന് 0 കൊടുക്കാം, 1 കൊടുത്താം. ഇൻപുട്ട് 0 കൊടുത്താൽ ഔട്ട്പുട്ട് 1 കിട്ടും. ഇൻപുട്ട് 1 കൊടുത്താൽ ഔട്ട്പുട്ട് 0 കിട്ടും. അത്തരം ഗേറ്റ് നമ്മൾ എന്ത് ഗേറ്റ് എന്ന് പറയാ? നോട്ട് ഗേറ്റ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇത് മൂന്നുമാണ് ബേസിക് ആയിട്ടുള്ള ഗേറ്റ്. അപ്പോൾ ലോജിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. സിമ്പൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇതിന് നമ്മൾ സാധനം എന്ത് ഗേറ്റ് എന്ന് പറയാ? ബേസിക് ഗേറ്റ്സ്. 3 ബേസിക് ഗേറ്റ്സേ ഉള്ളൂ. ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, അതേപോലെ തന്നെ എന്താണ്? നോട്ട് ഗേറ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഗേറ്റ് പറഞ്ഞു 3 ഗേറ്റുകളാണുള്ളത്. അടുത്തത് കോമ്പിനേഷൻ ഓഫ് ഗേറ്റ് ആണ്. കോമ്പിനേഷൻ ഓഫ് ലോജിക് ഗേറ്റ്. അതാണ് ഒന്ന് നാൻഡ് ഗേറ്റ്. കോമ്പിനേഷൻ ഓഫ് ലോജിക് ഗേറ്റ് 2 ഉണ്ട്. ഒന്ന് നാൻഡ് ഗേറ്റ്. അതേപോലെ തന്നെ അടുത്തത് നോർ ഗേറ്റ്. നോർ ഗേറ്റ്. അപ്പൊ ശ്രദ്ധിക്കുക, അടുത്ത നമ്മൾ കോമ്പിനേഷൻ. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഗേറ്റ് പറഞ്ഞു ഓർ ആൻഡ് നോട്ട്. ഇനി വരെ കോമ്പിനേഷൻ ആണ്. 2 കോമ്പിനേഷൻ ആണുള്ളത്. ഒന്ന് നാൻഡ് ഗേറ്റ് അല്ലെങ്കിൽ അടുത്തത് നോർ ഗേറ്റ്. ഈ നാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ആൻഡ് പ്ലസ് നോട്ടാണ്. എടാ ആൻഡ് ഗേറ്റും നോട്ട് ഗേറ്റും കൂടി ചേർന്നാൽ കിട്ടുന്ന ഗേറ്റിനെ നമ്മൾ എന്തെന്ന് പറയാ? നാൻഡ് ഗേറ്റ്. ഓക്കെ. അപ്പൊ നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആൻഡ് പ്ലസ് നോട്ട്. ആൻഡും നോട്ടും കൂടി ചേർന്നാൽ കിട്ടുന്നതാണ് നാൻഡ് ഗേറ്റ്. അപ്പൊ എന്തായിരിക്കും? നോറ്. എടാ നോർ ഗേറ്റ് എന്തായിരിക്കും? നോർ ഗേറ്റ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഓർ പ്ലസ് നോട്ട്. ഓർ ഗേറ്റും നോട്ട് ഗേറ്റും കൂടി ചേർന്നാൽ കിട്ടുന്നത്. ഓക്കെ. ഓർ ഗേറ്റ് പ്ലസ് നോട്ട് ഗേറ്റ് ആണ് നോർ ഗേറ്റ്. ആൻഡ് പ്ലസ് നോട്ട്, ആൻഡ് ഗേറ്റ് പ്ലസ് നോട്ട് ഗേറ്റ് ആണ് എന്ത്? നാൻഡ് ഗേറ്റ്. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ സാധാരണ നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. എന്താണ്? നോർ ഗേറ്റ് ഓർ പ്ലസ് നോട്ട് ആണ്. ക്ലിയർ? നമുക്ക് സിംപ്ലി എങ്ങനെ വരയ്ക്കുക? മീൻസ് നമുക്കറിയാം ആൻഡ് പ്ലസ് നോട്ട്. ആൻഡ് നിങ്ങൾ എങ്ങനെ വരയ്ക്കുക? ഇതാണ് ആൻഡ് ഗേറ്റ്, ഇതാണ് എ, ഇതാണ് ബി അല്ലെ? ഇതാണ് എ, ഇതാണ് ബി അല്ലെ? ഇതാണ് ആൻഡ് ഗേറ്റ്. ഈ ആൻഡ് ഗേറ്റിന്റെ കൂടെ ആര് വരണം? എടാ ആൻഡ് ഗേറ്റിന്റെ കൂടെ ആര് വരണം? നോട്ട് ഗേറ്റ് വന്നാൽ മതി. ക്ലിയർ? ആൻഡ് ഗേറ്റിന്റെ കൂടെ നോട്ട് ഗേറ്റ് വരണം. ഓക്കെ. അപ്പൊ ഇതാണ്, ഇത് രണ്ടും കൂടി ചേർന്നാൽ നമുക്ക് എന്ത് ഗേറ്റ് കിട്ടുക?
നാൻഡ് ഗേറ്റ് കിട്ടുക. മനസ്സിലായോ? എടാ നാൻഡ് ഗേറ്റ് കിട്ടാൻ ആൻഡ് പ്ലസ് നോട്ട്. ഈ ഗേറ്റ് ആരാണ്? ഇത് ആൻഡ്, ഇതാരാണ്? നോട്ട്. ഇവ രണ്ടും കൂടി ചേർന്ന് നമുക്ക് എന്ത് കിട്ടി? നാൻഡ്. അപ്പൊ നാൻഡിന്റെ സിമ്പൽ ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല, മൊത്തത്തിൽ നമുക്ക് വരയ്ക്കാം. ആൻഡ് അതേപോലെ വരയ്ക്കുക, പിന്നെ ഇവിടെ ഒരു ഡോട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? ആൻഡ് അതേപോലെ വരയ്ക്കുക, പിന്നെ ഒരു നോട്ട് കൊടുത്താൽ ഇതാണ് ഏത് ഗേറ്റ്? നാൻഡ് ഗേറ്റ്. മനസ്സിലായോ? ആൻഡ് അതേപോലെ വരയ്ക്കുക, ഒരു 0 മാത്രം അവിടെ കൊടുത്താൽ മതി. ഡോട്ട് കൊടുത്താൽ ഇതാണ് ഏതിന്റെ സിമ്പൽ? നാൻഡ് ഗേറ്റിന്റെ സിമ്പൽ. NAND, നാൻഡ് ഗേറ്റ്. അപ്പൊ നാൻഡ് ഗേറ്റ് എന്താ സംഭവിക്കുക? മീൻസ് ഇതാണ് ഇൻപുട്ട് എ, ഇതാണ് ഔട്ട്പുട്ട്, ഇൻപുട്ട് ബി. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടുക? എടത് ശരിക്കും നമുക്ക് ഇങ്ങനെ നോക്കിയാൽ എയും ബിയും ചേർന്നാൽ ഇവിടെ എ ഡോട്ട് ബി കിട്ടൂലേ? സംശയം ഉണ്ടോ? എടാ എയും ബിയും കൂടി ചേർന്നാൽ എ ഡോട്ട് ബി കിട്ടി. നോട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ബാർ, അപ്പൊ എ ഡോട്ട് ബി ബാർ ആണ് ഇവിടെ കിട്ടുക. എ ഡോട്ട് ബി ബാർ. കാരണം നോട്ട് വന്നാൽ നേരെ ബാർ എഴുതിയാൽ പോരെ. അപ്പൊ ഇവിടെ എയും ബിയും വന്നു, ആൻഡ് കഴിഞ്ഞപ്പോ എ ഡോട്ട് ബി കിട്ടി. ആ എ ഡോട്ട് ബിന്റെ ബാർ ആയിരിക്കും എന്ത്? നാൻഡ്. അപ്പൊ നാൻഡിന്റെ ലോജിക്കൽ ഓപ്പറേഷൻ എന്താ വരിക? നാൻഡിന്റെ ലോജിക്കൽ ഓപ്പറേഷൻ y ഈക്വൽ ടു എ ഡോട്ട് ബി ബാർ ആണ്. y ഈക്വൽ ടു എ ഡോട്ട് ബി ബാർ. y ഈക്വൽ ടു എ ഡോട്ട് ബി ബാർ. ഇതിനെ നമ്മൾ സാധാരണ എന്ത് ഗേറ്റ് എന്ന് പറയാ? എടാ ഇതിനെയാണ് നമ്മൾ സാധാരണ എന്ത് ഗേറ്റ് എന്ന് പറയാ? നാൻഡ് ഗേറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ നാൻഡ് ഗേറ്റ് ശ്രദ്ധിക്കുക, ആൻഡിന്റെ എളുപ്പമാണ്, ലോജിക് ഉപയോഗിക്കുക ലോജിക് ഗേറ്റിന് അല്ലേ. എ ഡോട്ട് ബി വന്നാൽ ആൻഡ്, അതിന്റെ മേലെ ബാർ വന്നാൽ ആരായി? നാൻഡ് ഗേറ്റ് ആയി. ഓക്കെ, വെറും ഔട്ട്പുട്ട് y ഈക്വൽ എ ഡോട്ട് ബി എന്ന് മാത്രം എഴുതിയാൽ ആൻഡ് ഗേറ്റ്, അതിന്റെ മുകളിൽ ഒരു ബാർ വന്നാൽ ആരായി? നാൻഡ് ഗേറ്റ് ആയി. ഓക്കെ, അപ്പൊ ഇതാണ് അവരെ റെപ്രസെന്റേഷൻ. ഇങ്ങനെയാണ് സാറിന്റെ പിക്ചർ കാണുക. ഇതാണ് ഒരു ലോജിക്കൽ ഓപ്പറേഷൻ. ഇനി നമുക്ക് ആ ലോജിക്കൽ ഓപ്പറേഷൻ അറിയണമെങ്കിൽ ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത് എന്ത് ചെയ്യാണ്? ഇവരെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുകയാണ്. നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ട്രൂത്ത് ടേബിൾ ഞാൻ കുറച്ച് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിൽ വരയ്ക്കുന്നുണ്ട്. നാലെണ്ണാക്കി ഞാൻ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എ ബി അല്ലെ, ഇവിടെ എയും ബിയും, പിന്നെ ഇവിടെ എന്താണ്? എ ഡോട്ട് ബി. പക്ഷെ y നമുക്ക് എന്താണ്? എ ഡോട്ട് ബി ബാർ ആണ്. ക്ലിയർ? അപ്പൊ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ട്രൂത്ത് ടേബിൾ ഇവിടെ എ എടുത്തു ഇൻപുട്ട്, ബി എടുത്തു. ആദ്യം എ ഡോട്ട് ബി കണ്ടു. എ ഡോട്ട് ബി കണ്ടാൽ ആൻഡ് ആവുള്ളൂ. എ ഡോട്ട് ബിന്റെ ബാർ കണ്ടാലേ ആരാവുള്ളൂ? നാൻഡ് ആവുള്ളൂ. ശരിയല്ലേ? ഇനി ഇൻപുട്ട് കൊടുക്കുക. ഏതൊക്കെയാണ് ഇൻപുട്ട്? നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ 0 0 1 0 അല്ലെ, പിന്നെ 0 1 1 1. എടാ ഇത്ര പോസിബിലിറ്റീസ് അല്ലേ ഉള്ളൂ. 0 0 കൊടുക്കുമ്പോൾ എ ഡോട്ട് ബി ആരാവും? 0 0 കൊടുക്കുമ്പോൾ എ ഡോട്ട് ബി 0 വരും അല്ലെ. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. 0 × 0 0, പക്ഷെ അതിന്റെ ബാർ, അതാണ് നാൻഡ് ഗേറ്റ്. ക്ലിയർ അല്ലേ? 0 × 0 0, അതിന്റെ ബാർ ആരാവും? 1 ആവും. മനസ്സിലായോ? കാരണം എ ഡോട്ട് ബിന്റെ ബാർ കണ്ടാലേ y ഔട്ട്പുട്ട് ആവുള്ളൂ. അപ്പൊ 1. ഇനി 1 × 0 0, 1 × 0 0, പക്ഷെ അതിന്റെ ബാർ എന്ന് പറഞ്ഞാൽ അവിടെ 1 വരും. മനസ്സിലായോ? ഓക്കെ, അടുത്ത 0 × 1 അല്ലെ. 0 × 1 എന്ന് പറഞ്ഞാൽ 0, അതിന്റെ ബാർ 1 വരും. മനസ്സിലായോ? അടുത്തത് 1 × 1 1 × 1 എന്ന് പറഞ്ഞാൽ 1, പക്ഷെ അതിന്റെ ബാർ 0 വരും. ഇതാണ് നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. ഇതാണ് നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ. മനസ്സിലായോ? അപ്പൊ നാൻഡ് ഗേറ്റിന്റെ ലോജിക്കൽ ഓപ്പറേഷൻ എന്താണ്? y ഈക്വൽ ടു എ ഡോട്ട് ബി ബാർ. എ ഡോട്ട് ബി ബി കണ്ടതിന് ശേഷം അതിന്റെ ബാർ എടുക്കണം. മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം അതിന്റെ റിവേഴ്സ് എടുക്കുക. അത്രയേ ഉള്ളൂ. ആൻഡ് കാണുന്ന പോലെ കാണാം, ആൻഡിന്റെ നേരെ മാറി വരും ഔട്ട്പുട്ട് അല്ലെ. അപ്പൊ എ ഡോട്ട് ബി കാണാം, അതിന്റെ ബാർ 0 × 0 0, അതിന്റെ ബാർ 1. 1 × 0 0, അതിന്റെ ബാർ 1. 0 × 1 0, അതിന്റെ ബാർ 1. 1 × 1 1, അതിന്റെ ബാർ 0. അതിന് നമ്മൾ എന്ത് ഗേറ്റ് എന്ന് പറയാ? നാൻഡ് ഗേറ്റ് അല്ലെ. ആൻഡ് പ്ലസ് നോട്ട്, നാൻഡ് ഗേറ്റ്. ക്ലിയർ ആണോ? ഇത് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നോർ ഗേറ്റ് പറയാൻ പറ്റും അല്ലെ. ഇതേപോലെ അങ്ങോട്ട് ലോജിക്കലി ചിന്തിച്ചാൽ മതി. ഓർ പ്ലസ് നോട്ട് അല്ലേ. ഓർ എങ്ങനെയാ വരയ്ക്കുക? എടാ ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല നമ്മൾ വരയ്ക്കാറ്. ഇതാണ് ഓർ ഗേറ്റ്. എയും ബിയും, എ
ബി. ഇതാണ് ഓർ ഗേറ്റ്. ശരിയല്ലേ? ഓറിന്റെ കൂടെ ആര് വരണം? ഓറിന്റെ കൂടെ നോട്ട് വരണം. നോട്ട് ഇങ്ങനെയാണ് വരയ്ക്കുക അല്ലേ? അപ്പൊ ഈ ഗേറ്റ് ഓറ്, ഈ ഗേറ്റ് ഓറ്, ഈ ഗേറ്റ് നോട്ട്. ഓർ പ്ലസ് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എടാ ഓർ പ്ലസ് നോട്ട് ചെയ്താൽ നമുക്ക് എന്ത് ഗേറ്റ് കിട്ടുക? നോർ ഗേറ്റ്. അപ്പൊ നോർ ഗേറ്റ് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? ആദ്യം ഓർ ഗേറ്റ് അതേപോലെ വരയ്ക്കുക, എന്നിട്ട് ഇവിടെ ഒരു 0 കൊടുത്താൽ മതി. മനസ്സിലായോ? ഓർ ഗേറ്റ് അതേപോലെ വരയ്ക്കുക, എന്നിട്ട് ഇവിടെ ഒരു 0 കൊടുത്താൽ നോർ ഗേറ്റ് ആയി. എ ബി വൈ, എ ബി ഇതാണ് വൈ ഔട്ട്പുട്ട്. അതിന്റെ ലോജിക്കൽ റിലേഷൻ പറ. എളുപ്പമാണ്. എയും ബിയും ഓർ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടും? എ പ്ലസ് ബി കിട്ടും. ശരിയല്ലേ? എയും ബിയും ഓർ എന്ന് പറഞ്ഞാൽ അഡീഷൻ. അപ്പൊ എയും ബിയും വന്നാൽ ഇവിടെ എ പ്ലസ് ബി. അതിന്റെ നോട്ട് എടുക്കണം. അതിന്റെ നോട്ട് എടുത്താൽ എന്താണ്? എ പ്ലസ് ബി ബാർ, എ പ്ലസ് ബി ബാർ. ശരിയല്ലേ? കാരണം എയും ബിയും കൂടി ചേർന്നാൽ എ പ്ലസ് ബി കിട്ടി. നോട്ട് വന്നാൽ അതിന്റെ ബാർ എ പ്ലസ് ബി ബാർ. അപ്പൊ ഓപ്പറേഷൻ എന്താണ്? y is equal to എ പ്ലസ് ബി ബാർ. അപ്പൊ എന്താണ് വരെ ലോജിക്കൽ ഓപ്പറേഷൻ? y ഈക്വൽ ടു എ പ്ലസ് ബി ബാർ ആണ്. ക്ലിയർ? അപ്പോ നോർ ഗേറ്റിന്റെ ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് y ഈക്വൽ ടു എ പ്ലസ് ബി ബാർ. ആദ്യം എ പ്ലസ് ബി കാണാം, അതിന്റെ ബാർ എടുക്കുക, നേരെ തിരിച്ചെടുക്കുക. അപ്പൊ നമുക്ക് നോർ ഗേറ്റിന്റെ എന്ത് കിട്ടും? ലോജിക്കൽ ഓപ്പറേഷൻ കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് എന്ത് പറയാൻ പറ്റും? ഇതാണ് നോർ ഗേറ്റിന്റെ സിമ്പൽ അല്ലെ? ഇതാണ് നോർ ഗേറ്റിന്റെ സിമ്പൽ. ഓർ വരച്ചിട്ട് ഒരു 0 ഇട്ടാൽ നോർ, ആൻഡ് വരച്ചിട്ട് ഒരു 0 ഇട്ടാൽ നാൻഡ്. ശരിയല്ലേ? അപ്പൊ ഇതിന് നമ്മൾ നോർ ഗേറ്റിന് നമുക്ക് ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് വരയ്ക്കാം. എങ്ങനെ നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ വരിക? നേരത്തെ വരച്ച അതേപോലെ തന്നെ അല്ലെ? 4 ബോക്സ് വരയ്ക്കാം. ഇത് എ, ഇത് ബി, അതിനുശേഷം 2 നമുക്ക് മനസ്സിലാവാൻ. ഓക്കെ? അപ്പൊ എന്താണ് ഇത്? എ ഇൻപുട്ട് എ, ഇൻപുട്ട് ബി. ആദ്യം ആരൊക്കെയാണ്? എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി കണ്ടുകൊണ്ട് കാര്യമില്ല. ഔട്ട്പുട്ട് ആരാണ്? എ പ്ലസ് ബി ബാർ ആണ് അല്ലെ? എ പ്ലസ് ബി ബാർ. എ ബി, എ പ്ലസ് ബി. വൈ കാണാൻ എ പ്ലസ് ബി ദ ബാർ. എന്റെ വാല്യൂസ് 0 0 1 0 0 1 0 0 അല്ലല്ലേ? വീട് 0 0 0 0 അല്ല. എത്രയാണ്? കയ്യൊക്കെ നാശായി. 1 1. ഓക്കെ? അപ്പോ 0 0 1 0 0 1 1 1. ഇനി നമുക്ക് നോക്കാം. 0 0 0 പ്ലസ് 0 0 അതിന്റെ ബാർ 1 അല്ലെ? 0 പ്ലസ് 0 0 അതിന്റെ ബാർ എടുക്കണം 1. 1 പ്ലസ് 0 1. 1 പ്ലസ് 0 1 അതിന്റെ ബാർ 0. 0 പ്ലസ് 1 1 അതിന്റെ ബാർ 0 അല്ലെ? 0 പ്ലസ് 1 1 അതിന്റെ ബാർ 0. 1 പ്ലസ് 1 1 അതിന്റെ ബാർ 0 വരും. ശരിയല്ലേ? അപ്പൊ ഇതാണ് നോർ ഗേറ്റിന്റെ ലോജിക്കൽ ഓപ്പറേഷൻ. 0 0 0 0 പ്ലസ് 0 0 അതിന്റെ ബാർ 1. 1 പ്ലസ് 0 1 അതിന്റെ ബാർ 0. 0 പ്ലസ് 1 1 അതിന്റെ ബാർ 0. 1 പ്ലസ് 1 1 അതിന്റെ ബാർ 0. ആഡ് ചെയ്തിട്ട് ബാർ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബാർ എടുക്കുക. മനസ്സിലായോ? അപ്പൊ ഇതാണ് നാൻഡ് ഗേറ്റും, ഇതാണ് എന്ത്? നോർ ഗേറ്റും. ക്ലിയർ ആണോ എല്ലാ സംഭവം? അപ്പോൾ ആദ്യം ബേസിക് ആയിട്ടുള്ള 5 ഗേറ്റ് മൊത്തം പഠിച്ചു അല്ലേ? അതാണ് 5 ഗേറ്റ് നമുക്ക് പഠിക്കാനുള്ളൂ. ഓർ, ആൻഡ്, നോട്ട്. അതാണ് ബേസിക് ഗേറ്റ്. അതിൽ നിന്ന് കിട്ടിയാണ് നാൻഡ് നോർ ഗേറ്റ് അല്ലെ? ആൻഡ് പ്ലസ് നോട്ടും ഓർ പ്ലസ് നോട്ടും. ഓപ്പറേഷൻ y is equal a dot b bar. മറ്റെന്താണ്? y is equal a plus b bar. പിന്നെ നമ്മൾ സാധാരണ ഈ നോർ ഗേറ്റിനെയും അതേപോലെ തന്നെ നാൻഡ് ഗേറ്റിനെയും നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാറുണ്ട്. ശ്രദ്ധിക്കുക, ഈ നാൻഡ് ഗേറ്റ് അതേപോലെ തന്നെ നോർ ഗേറ്റ് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാറുണ്ട്. കാരണം ഈ ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് മറ്റ് ഗേറ്റുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഈ നാൻഡ് ഗേറ്റും നോർ ഗേറ്റും, നാൻഡ് ഗേറ്റും നോർ ഗേറ്റും ഉപയോഗിച്ച് നിങ്ങൾക്ക് നോട്ട് ഗേറ്റും ഓർ ഗേറ്റും ആൻഡ് ഗേറ്റും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് കാരണം ഈ നാൻഡിനെയും നോറിനെയും പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗേറ്റ്. പക്ഷെ ഓറും നോട്ടും ആൻഡും ബേസിക് ഗേറ്റ് ആണ്, ബേസിക് ഗേറ്റ്. പക്ഷേ നാൻഡും നോറും യൂണിവേഴ്സൽ ഗേറ്റുകളാണ്. കാരണം എന്താ വെച്ചാൽ ഈ 2 ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റ് ഗേറ്റുകളെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവ രണ്ടാളും എന്ത് പേര് പറയും? യൂണിവേഴ്സൽ ഗേറ്റ്. അപ്പൊ ഡിജിറ്റൽ സർക്യൂട്ട് ആണ് അല്ലെ? ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊരു സെർട്ടൈൻ റിലേഷൻഷിപ്പ് ഉണ്ട്. അതിന് നമ്മൾ എന്താ പറയാ? ലോജിക് ഗേറ്റ്സ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് 1-2 എക്സാമ്പിൾസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും.
ശ്രദ്ധിക്കുക. അടുത്ത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇതേപോലത്തെ ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം, ഈ ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതേതാണ്. ഇത് ഓർ ഗേറ്റ് ആണ്, ഇത് ഓർ ഗേറ്റും ഇത് ആൻഡ് ഗേറ്റുമാണ്. ശരിയല്ലേ? നമുക്ക് എക്സ്പ്രസ് ദ ട്രൂത്ത് ടേബിൾ. ഈ വൈ ആണ് ഔട്ട്പുട്ട്. ഇതിന് എന്ത് കണ്ടുപിടിക്കണം? ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കണം. ഓക്കെ, വൈ ആണ് ഔട്ട്പുട്ട്, അതിന് എന്ത് കണ്ടുപിടിക്കണം? ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം ശ്രദ്ധിക്കുക, നമുക്കിത് ലോജിക് ഗേറ്റ്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കാൻ ആരത്? വൈൻ്റെത്. ഓക്കെ, അപ്പൊ ഞാൻ ശ്രദ്ധിക്കുക, ട്രൂത്ത് ടേബിൾ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് എ, ഇത് ബി, ഇത് വൈ അല്ലേ. പക്ഷെ ഗേറ്റ് നമ്മൾ സാധാരണ ഗേറ്റ് അല്ല, ഒരു ഓറും ഉണ്ട് ഇവിടെ, ആൻഡും ഉണ്ട്. എന്തായാലും രണ്ട് ഇൻപുട്ട് എയും ബിയും. അപ്പൊ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്? 0 0 1 0 0 1 1 1. ഇതല്ല നമ്മളെ പോസിബിൾ ഇൻപുട്ട് വാല്യൂസ്. അതുപയോഗിച്ച് വൈ എന്താണ് വരിക നോക്കണം. അപ്പൊ ആദ്യം ശ്രദ്ധിക്കുക, ആദ്യം ഞാൻ എന്ത് കൊടുത്തു? എക്ക് എന്ത് കൊടുത്തു? എക്ക് 0 കൊടുത്തു, ബിക്കും 0 കൊടുത്തു. ശരിയല്ലേ? ശ്രദ്ധിക്കുക, രണ്ടാളും 0 0 0. അപ്പൊ ഇവിടെ ആരെത്തി? ഇവിടെ 0 എത്തി. ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? 0 ഇവിടെ എത്തി. ബിക്ക് ഇവിടെ ആരുണ്ട്? ഇവിടെ 0 ഉണ്ട്. 0 0 അല്ലേ കൊടുത്തത്? ഇവിടെ ആരെത്തി? എന്ന് ഇവിടെ 0 എത്തി. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? ഒക്കെ 0 അല്ലെ. ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 0. അത് മനസ്സിലായല്ലോ. ഇനി ഈ ഓപ്പറേഷൻ നോക്ക്. 0 × 0 ഇവിടെ 0 കിട്ടും. മനസ്സിലായോ? 0 × 0 ഇവിടെ 0 കിട്ടും. ശരിയല്ലേ? ഇനി ഇങ്ങനെ പോയി ആ 0 ഇവിടെ എത്തി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ആദ്യം എക്ക് 0 കൊടുത്തു, ആ 0 ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എത്തി. ബിക്ക് 0 കൊടുത്തു, അത് ഇവിടെ എത്തി. ഇനി എക്ക് കൊടുത്ത 0 ഇവിടെ എത്തി. ഇവിടെ ഏത് ഗേറ്റ് ഉണ്ട്? ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിന്റെ ഓപ്പറേഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. 0 × 0 0. ആൻഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. 0 × 0 0 0 ഇവിടെ എത്തി. ഇവിടെ ഓറാണ്. 0 + 0 ആരെ കിട്ടും? 0 കിട്ടും. 0 + 0 0. അപ്പൊ 0 0 ഔട്ട്പുട്ട് എന്ത് കിട്ടി? 0 കിട്ടി. ക്ലിയർ ആണോ? 0 0 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് എന്ത് തന്നെ കിട്ടി? 0 + 0 0 കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് പറയൂ. അടുത്തത് പറയൂ. അടുത്ത എന്താണ്? 1 0 അല്ലെ. എക്ക് 1 കൊടുത്തു, ബിക്ക് 0 കൊടുത്തു. എക്ക് 1 കൊടുത്തു, ബിക്ക് 0 കൊടുത്തു. ക്ലിയർ? എക്ക് 1 കൊടുത്തപ്പോ ആ 1 ഇവിടെ എത്തി. എക്ക് 1 കൊടുത്തപ്പോ ആ 1 ഇവിടെ എത്തി. അതേപോലെ തന്നെ ബിന്റെ 0 ഇവിടെ എത്തി, എക്ക് കൊടുത്ത 1 ഇവിടെ എത്തി. മനസ്സിലായോ? ഇങ്ങനെ പോയ 1 ഇവിടെ എത്തി എന്നർത്ഥം. ബി ഇവിടെ. ക്ലിയർ അല്ലേ? ഇനി ആദ്യം ഈ ഓപ്പറേഷൻസ് നമുക്ക് നോക്കാം. 1 × 0 0 അല്ലെ. ആൻഡ് ആണ്. 1 × 0 0. ആ 0 ഇവിടെ എത്തി. ശരിയല്ലേ? ഇനി നോക്കുന്നത് ഓറാണ്. 1 + 0 1 വരും അല്ലെ. ഓർ ഗേറ്റ് 1 + 0 1 വരും. അപ്പൊ 1 0 1 വരും. 1 0 1 വരും. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത്. അടുത്ത ഏതാ വാല്യൂസ്? 0 1 കൊടുക്കണം. 0 1. എക്ക് 0, ബിക്ക് 1 കൊടുക്കുക. എക്ക് 0 കൊടുക്കുമ്പോൾ ആ 0 അവിടെ എത്തി അല്ലെ. ബിക്ക് 1 കൊടുക്കുമ്പോൾ ആ 1 ഇവിടെ എത്തി. ആ 1 ഇവിടെ എത്തി. ഇനി എക്ക് 0 കൊടുത്താൽ 0 ഇവിടെ എത്തണം അല്ലെ. കാരണം അത് 2 ബ്രാഞ്ച് ഉണ്ട് 0. അപ്പൊ ആ 0 ഇവിടെ വന്നു. ഓക്കെ, ഇനി 0 1. ഇത് ആൻഡ് ഗേറ്റ് ആണ്. 1 × 0 0. 1 × 0 0. ക്ലിയർ അല്ലേ? ആ 0 ഇവിടെ എത്തി. 0 + 0 0. ഇവിടെ 0 വരും. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ലാസ്റ്റ്. ലാസ്റ്റ് നോക്കാം. എന്താണ്? 1 1. എക്ക് 1 കൊടുത്തു, ബിക്കും 1 കൊടുത്തു. എക്ക് 1, ബിക്ക് 1. ആ 1 ഇവിടെ എത്തി അല്ലെ. എന്റെ 1 ഇവിടെ എത്തി, ബിന്റെ 1 ഇവിടെ എത്തി. ശരിയല്ലേ? കാരണം ഈ കൊടുത്ത 1 ഇവിടെ എത്തി, ഈ 1 ഇവിടെ എത്തി. 1 × 1 1 അല്ലെ. ആൻഡ് ഗേറ്റ് ആണ്. 1 × 1 1. ആ 1 ഇവിടെ എത്തി. 1 + 1 ഹൈ 1 തന്നെ. 1 + 1 1 കിട്ടി. മനസ്സിലായോ? ഇതാണ് ഔട്ട്പുട്ട്. ഇവിടെ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ആ ലോജിക് ഗേറ്റ് ഓപ്പറേഷൻ നോക്കി. ചിലപ്പോൾ ഇവിടെ ഡോട്ട് ഉണ്ടാവും. ഡോട്ട് ഉണ്ടെങ്കിൽ അതിന്റെ നേരെ ബാക്കിയുള്ള ആളെ എഴുതിയാൽ മതി. മനസ്സിലായോ? ഇവിടെ ചിലപ്പോൾ ഡോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ നേരെ റിവേഴ്സ് എഴുതണം. ക്ലിയർ അല്ലേ? ഇടും. അതേപോലെ തന്നെ ഒരു ഗേറ്റുകൾ എന്നിട്ടുണ്ട്. ഇതിന് എന്ത് കണ്ടുപിടിക്കണം? ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കണം. ഓക്കെ, ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കണം. എ ബി എന്ന് പറഞ്ഞ ഇൻപുട്ടുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇത് നോട്ട് ഗേറ്റ് ആണ്, നമുക്കറിയാം. ഇത് നോട്ട്, ഇത് നോട്ട് അല്ലെ. ഇതാരാണ്? ഇവിടെ ഒരു 0 ഉണ്ട്. 0 ആകുമ്പോൾ നോറാണ് അല്ലെ. 0 ആകുമ്പോൾ ആരാണ്? നോർ ഗേറ്റ് ആണ്. അപ്പൊ ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് ട്രൂത്ത് ടേബിൾ വരയ്ക്കാം അല്ലെ. നമുക്ക് ട്രൂത്ത് ടേബിൾ ആണ് വരയ്ക്കേണ്ടത്. എ ബി വൈ
അല്ലേ? ഇത് എ, ഇത് ബി, ഔട്ട്പുട്ടാണ് വൈ അല്ലേ? ആ വൈൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. നമുക്കറിയാം ഇൻപുട്ട് വാല്യൂസ് ഏതൊക്കെയാണ്? രണ്ട് ഇൻപുട്ട് വരുന്നുണ്ട്, എയും ബിയും. പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്? 0 0 1 0 0 1 1 1. ഇതല്ല പോസിബിൾ വാല്യൂസ്. അപ്പോൾ ഇൻപുട്ട് കിട്ടി, ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നോക്കണം. അതിന് ആദ്യം എന്ത് ചെയ്യുക? 0 0, എയും 0 ബിയും 0, ശരിയല്ലേ? 0 0 എന്ന് പറഞ്ഞാൽ എ 0 ബി 0, നോട്ടാണ്. നോട്ടാണെങ്കിൽ എന്താ വരിക? അവിടെ നോട്ട് ഗേറ്റ് അതിന്റെ ബാറല്ല തരിക. 0 കൊടുത്താൽ ഇവിടെ 1 കിട്ടും, 0 കൊടുത്താൽ ഇവിടെ 1 കിട്ടും, കാരണം ഇവിടെ എ ബാർ ആണ് അല്ലെ? ഇയാൾ ആർക്ക് തുല്യമാണ്? ഇയാൾ എ ബാറിന് തുല്യമാണ്. ഇപ്പുറത്ത് ബി ബാർ ആണ് കിട്ടുക, ശരിയല്ലേ? ഇവിടെ എ കൊടുത്താൽ നോട്ടിന്റെ അപ്പുറത്ത് എ ബാർ, ഇവിടെ ബി ആണെങ്കിൽ നോട്ടിന്റെ അപ്പുറത്ത് ബി ബാർ. അപ്പൊ എന്താ സംഭവിക്കുക? 0 0 എന്ത് കിട്ടി? ഇവിടെ 1 1 കിട്ടി. അപ്പോൾ ഇവിടെ 1 എത്തി. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ക്ലിയർ അല്ലേ? 1 1 എത്തി. ആ 1 1 ഇവിടെ എത്തി. 1 1 ഇവിടെ എത്തുമ്പോൾ ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? നോറിന്റെ ഓപ്പറേഷൻ എന്താണ്? നോറിന്റെ ഓപ്പറേഷൻ എന്താണ്? അതിന്റെ ബാർ എടുക്കണം. മനസ്സിലായോ? അപ്പൊ നോർ ഗേറ്റ് എന്ന 1 + 1 1 അതിന്റെ ബാർ എടുക്കണം അല്ലേ? എടാ ഇവിടെ ഓറല്ല. ഓറാണെങ്കിൽ നേരിട്ട് ആഡ് ചെയ്ത് ആൻസർ എഴുതിയാൽ മതി. ഇത് നോറാണ്. അപ്പൊ നോറാകുമ്പോൾ എന്താ സംഭവിക്കുക? അതിന്റെ ബാർ എടുക്കണം. മനസ്സിലായോ? കാരണം ഇങ്ങോട്ടേക്ക് ആര് വന്നു? എ ബാർ വന്നു. ഇങ്ങോട്ടേക്ക് ആരെത്തി? ബി ബാർ എത്തി അല്ലേ? ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരിക, ശരിയാണോ? നിങ്ങൾ ഡിജിറ്റ്സ് വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. ഈ ബാർ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ നിങ്ങൾക്ക് എ ബാർ കിട്ടി, ഇവിടെ നിങ്ങൾക്ക് ബി ബാർ കിട്ടി. അപ്പൊ ഇത് എ ബാർ ബി ബാർ. അപ്പൊ ഇവിടെ എന്ത് കിട്ടണം? എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ. കാരണം എ ബാർ പ്ലസ് ബി ബാർ ചെയ്താൽ ഓറേ ആവുള്ളൂ. അതിന്റെ ബാർ എടുക്കണം അല്ലേ? അപ്പൊ നിങ്ങൾ ഡിജിറ്റ്സ് നോക്ക്. 0 0 എന്തായി? 1 1. അപ്പൊ 1 + 1 1 അതിന്റെ ബാർ 0 കിട്ടും, ശരിയല്ലേ? 1 + 1 അതിന്റെ ബാർ 0 കിട്ടും. ക്ലിയർ? ഇനി അടുത്ത വാല്യൂ ആരാ? അടുത്ത വാല്യൂ നോക്ക്. 1 0, 1 കൊടുത്തു, 0 കൊടുത്തു. 1 കൊടുത്താൽ ഇപ്പുറത്ത് 0 കിട്ടും, ബാർ അല്ലേ? ഇവിടെ 0 കൊടുത്താൽ ഇപ്പുറത്ത് 1 കിട്ടും, ശരിയല്ലേ? ഇനി ആ 0 ഇവിടെ എത്തി, 1 ഇവിടെ എത്തി, ശരിയല്ലേ? 1 + 0 1 അതിന്റെ ബാർ എടുക്കണം. 1 + 0 1 അതിന്റെ ബാർ 0, ശരിയല്ലേ? ഇനി തിരിച്ച് 0 1, ഇത് 0 കൊടുക്കുക, ഇത് 1 കൊടുക്കുക. 0 1 കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് എ ബാർ 1 ബി ബാർ 0. അപ്പോൾ ഇവിടെ 1 ആയി 0 ആയി. 1 + 0 1 അതിന്റെ ബാർ 0 അല്ലേ? 1 + 0 1 അതിന്റെ ബാർ എടുക്കണം 0. ക്ലിയർ? ഇനി ലാസ്റ്റ് ആരാ? ലാസ്റ്റ് 1 1. ഇത് 1 കൊടുത്തു, ഇത് 1 1 വന്നാൽ ഇപ്പുറത്ത് 0, 1 വന്നാൽ ഇപ്പുറത്ത് 0 0 0 0 + 0 0 അതിന്റെ ബാർ 0 + 0 അതിന്റെ ബാർ 1 കിട്ടും. മനസ്സിലായോ? ക്ലിയർ? അവസാനത് ഏത് ഗേറ്റ് തുല്യമായിപ്പോ? ബി ഗേറ്റ് ആർക്ക് ഇക്വലന്റ് ആയി? 0 0 0 1 0 0 0 1 0 0 × 0 0 1 × 0 0 0 × 1 0 1 × 1 1. ഇത് ആൻഡ് ഗേറ്റ് തുല്യമായി, ആൻഡ് ഗേറ്റിന് തുല്യമായി. ക്ലിയർ ആണോ? ആൻഡ് ഈ ഓപ്പറേഷൻ ആർക്ക് തുല്യമാണ്? ആൻഡിന് തുല്യമായി വന്നു. നിങ്ങൾ ആ ലോജിക്കൽ ഓപ്പറേഷൻ നോക്കണ്ട, കാരണം ഈ ബാറൊക്കെ വെച്ച് അത് A.B എഴുതുന്നത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ജസ്റ്റ് ഇൻപുട്ട് വാല്യൂസ് കൊടുത്ത് ഔട്ട്പുട്ട് നോക്കാം, അതാണ് ഏറ്റവും എളുപ്പം ചെയ്യാനുള്ളത്. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇത് എ, ഇത് കറസ്പോണ്ടിങ് ആയിട്ട് ബി, ഇത് വൈ അല്ലേ? അത് നോക്കിയാൽ മനസ്സിലായി ഏതാ ഗേറ്റ്? നാൻഡ് ആണ് അല്ലേ? നാൻഡ് ഗേറ്റ് ആണ്. ഇൻപുട്ട് വേവ് ഫോം ആണ് കൊടുത്തുള്ളത്. ഇൻപുട്ട് വേവ് ഫോം. ഇപ്പൊ ഇൻപുട്ടിന്റെ വാല്യൂസ് കൊടുത്തില്ല, അതിന് വരെ എന്താ കൊടുത്തുള്ളത്? വേവ് ഫോം. വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ.
ഇതാണ് ബി, ഇതാണ് ബി. ഓക്കെ, write down truth table. Write its truth table. Write its truth table. Name the logic gate. Name the logic gate. And Boolean expression. Boolean expression. Boolean expression എന്ന് പറഞ്ഞാൽ ലോജിക്ക് നമ്മൾ മാത്തമാറ്റിക്കൽ എഴുതുന്നതിന് നമ്മൾ എന്താ പറയുക, ബൂളിയൻ എക്സ്പ്രഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഇൻപുട്ട് അവർ കറക്റ്റ് തന്നിട്ടില്ല, പക്ഷെ നമുക്കറിയാം എന്താണത്, എന്ത് ഗേറ്റ് ആണ്, ഇതൊരു നാൻ ഗേറ്റ് ആണെന്ന് നമുക്കറിയില്ലേ. ഇത് എന്ത് ഗേറ്റ് ആണ്, നാൻ ഗേറ്റ് ആണ് തന്നിട്ടുള്ളത്. പക്ഷെ വാല്യൂസ് ഏതൊക്കെയാണ്? വാല്യൂസ് നമ്മൾ എങ്ങനെ നോക്കുക, മീൻസ് എ ബി അല്ലേ. അപ്പോൾ നമുക്ക് ട്രൂത്ത് ടേബിൾ ആണ് ആദ്യം വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ട്രൂത്ത് ടേബിൾ വരച്ചു. ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ ഞാൻ എന്ത് ചെയ്തു, എ ബി, നമുക്കറിയാം വൈ എന്താ വരിക, വൈ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബാർ അല്ലേ. വൈ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ബാർ, ശരിയല്ലേ? വൈ ഇസ് ഈക്വൽ ടു, കാരണം നാൻഡ് ഗേറ്റ് ആണ്, നാൻഡ് ഗേറ്റ് ആകുമ്പോൾ എ ഡോട്ട് ബിന്റെ ബാർ എടുക്കണം. പക്ഷെ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ ഇൻപുട്ട് എടുക്കരുത്. ചിത്രം മാത്രം നിന്നിട്ട് നിങ്ങളോട് ഇൻപുട്ട് കൊടുക്കാൻ പറഞ്ഞാൽ 0 0 1 0 നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ. പക്ഷെ ഇപ്പൊ ചിത്രം നോക്കി വേണം കൊടുക്കാൻ. ആദ്യത്തെ എന്താ വരിക, നമുക്കറിയാം ലോയും ഹൈയും അല്ല നോക്കുക. ഇതാണ് ഫസ്റ്റ് ഇത് എ ഇത് ബി, അപ്പൊ രണ്ടാളും ലോ ആണ്. മനസ്സിലായോ? ഇതും ലോ ഇതും ലോ, ഇത് വന്നാലാണ് ഹൈ. മനസ്സിലായി? ഇത് ലോ, രണ്ടും ലോ. അപ്പൊ ആദ്യം രണ്ടാളും എത്രയാണ്, രണ്ടാളും 0 0 ആണ് അല്ലേ. അപ്പൊ ആദ്യം എന്ത് വരും, 0 0. മനസ്സിലായോ? 0 0 വന്നു. ക്ലിയർ? അടുത്തത് പറയും. അടുത്ത നമ്മൾ ഇങ്ങനെ നോക്കണം അല്ലെ, അടുത്ത ഇങ്ങനെ നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? വേവ് ഫോം ആണ് തന്നിട്ടുള്ളത്, അതൊന്ന് നോക്കിയാൽ മതി. ലോ വരുന്നതൊക്കെ 0, ഹൈ വരുന്നതൊക്കെ 1. അപ്പൊ ഇതും ഹൈ ഇതും ഹൈ, അപ്പൊ ഇയാളും 1 ഇയാളും 1. അപ്പൊ അടുത്ത ഇൻപുട്ടുകൾ എത്ര കൊടുക്കണം, 1 1. മനസ്സിലായോ? അപ്പൊ തോന്നിയ പോലെ നമ്മൾ നേരത്തെ പോലെ കൊടുക്കാൻ പറ്റില്ല. ഇൻപുട്ട് വേവ് ഫോം നോക്കി ഇൻപുട്ട് നോക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യനും വരാം. ഓക്കെ, അപ്പൊ 0 0 0 0 വന്നു. അടുത്തത് 2 ഹൈ 1 1. ഇനി അടുത്തത് പറയും. അടുത്ത ഇതല്ല നോക്കുക, ഇത് നോക്കുമ്പോൾ ഇയാള് 0 ഇയാള് 1 ആണ്. അല്ല, ഇയാള് ലോ ഇയാള് ഹൈ ആണ്. അപ്പൊ എന്താണ്, 0 1. മനസ്സിലായോ? 0 1. ക്ലിയർ? 0 1 വന്നു. ക്ലിയർ ആണോ? ഇനി അടുത്ത് നോക്ക്. അടുത്ത ഇങ്ങനെയാകുമ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഇങ്ങനെയായപ്പോൾ നമുക്ക് എന്താ വന്നത്, ഇത് 1 ഇത് 1 ഇത് 0 അല്ലെ, 1ഉം 0യും. അപ്പൊ ഇത് 1 ഇത് 0, ഇത് 1 ഇത് 0. ക്ലിയർ അല്ലേ? അത് 1 അത് 0. ക്ലിയർ? ഇനി അടുത്ത ഏതാണ്? അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇതാണ്. ഇതെന്താണ്, രണ്ടും 0 0. ഇതും ലോ ഇതും ലോ. 0 0 ഓൾറെഡി നമ്മൾ കൊടുത്താണ്, വീണ്ടും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത എന്താ വരിക, അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ഇത് 1 1, രണ്ടും ഹൈ 1 1 ഓൾറെഡി വന്നാണ്, വീണ്ടും കൊടുക്കണോ? വേണ്ട. ക്ലിയർ ആണോ? അടുത്ത എന്താ സംഭവിക്കുക, വീണ്ടും ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ 0 0, അത് വീണ്ടും വന്നു. 0 0 വീണ്ടും വന്നു അല്ലെ, നമ്മൾ വീണ്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കിയൊക്കെ സെയിം നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കേണ്ടത്. ഇനി ഓപ്പറേഷൻസ് നോക്ക്. 0 0 എന്താ കിട്ടുക, 0 × 0 0, അതിന്റെ ബാർ 1 വരും അല്ലെ. 0 × 0 എ ഡോട്ട് ബിന്റെ ബാർ എടുക്കണം, കാരണം y is equal എന്താണ്, എ ഡോട്ട് ബി ബാർ അല്ലേ വരിക. അപ്പൊ 0 × 0 0ന്റെ ബാർ 1, 1 × 1 ആരാണ്, 1 × 1 1, അതിന്റെ ബാർ 0. 0 × 1 0, അതിന്റെ ബാർ 1. 1 × 0 0, അതിന്റെ ബാർ 1. ശരിയല്ലേ? അപ്പോ 0 0ക്ക് എന്ത് കിട്ടി, 0 × 0 0ന്റെ ബാർ 1, 1 × 1 1, അതിന്റെ ബാർ 0. 0 × 1 0, അതിന്റെ ബാർ 1, 1 × 0 0, അതിന്റെ ബാർ 1. ഇതാണ് ലോജിക്കൽ ഓപ്പറേഷൻ അല്ലേ. അപ്പൊ ബൂളിയൻ എക്സ്പ്രഷൻ എന്താ കിട്ടുക, ബൂളിയൻ എക്സ്പ്രഷൻ y is equal to a dot b bar ആണ്. a dot b bar, y is equal to a dot b bar.
റൈറ്റ് ദ ട്രൂത്ത് ടേബിൾ. ഇതാണ് അയാളുടെ ട്രൂത്ത് ടേബിൾ. ഇത് ഏത് ഗേറ്റ് ആണ്? ഈ ലോജിക് ഗേറ്റ്സ് ഏതാണ്? നാൻഡ് ഗേറ്റ് അല്ലേ? ലോജിക് ഗേറ്റ് ഏതാണ്? നാൻഡ് ഗേറ്റ് അല്ലെ? നാൻഡ് ഗേറ്റ്. ക്ലിയർ ആണോ? ബൂളിയൻ എക്സ്പ്രഷൻ എന്ന ഇതാണ് ആ മാത്തമാറ്റിക്കൽ എഴുതാം y = a.b ബാർ. മനസ്സിലായോ? അപ്പോൾ ഇൻപുട്ട് ഇങ്ങനെ വേവ് ഫോം എന്നാൽ കറക്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. ഓരോ ടൈമോ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റ് നോക്കുക 0 0 ആണോ 1 1 ആണോ എന്ന് വരച്ച് നോക്കിയാൽ അതേ ഇൻപുട്ട് ഇവിടെ കൊടുക്കുക. അല്ലാത്ത ക്വസ്റ്റിന് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ പോസിബിൾ ഇൻപുട്ട് വാല്യൂസ് അങ്ങോട്ട് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ലോജിക് ഗേറ്റ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 5 ഗേറ്റ് നിർബന്ധമായിട്ട് പഠിക്കുക. ഓറ്, ആൻഡ്, നോട്ട്, പിന്നെ നോറും നാൻഡും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് സെമി കണ്ടക്ടർ എന്നുള്ള യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ കുറച്ച് തിയറി കൂടുതലാണ്. അത് നന്നായിട്ട് വീഡിയോസ് ഒന്നുകൂടി കാണുക. എന്നിട്ട് നോട്ട്സ് അതേപോലെ അങ്ങോട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. പറയുന്ന വാക്കുകൾ ഞാൻ നോട്ട്സ് ഓൾറെഡി ഞാൻ കൂടുതൽ തിയറി ആകാൻ ഓരോ പോയിന്റ്സ് ഞാൻ എഴുതാറുണ്ട് ബോർഡിൽ. ആ ബോർഡിൽ നോക്കുന്ന പോയിന്റുകൾ നോക്കിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ മതി. കുറച്ച് തിയറി കൂടുതലുണ്ടെന്നുള്ളൂ, മാത്തമാറ്റിക്സ് കുറവാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ടോപ്പിക്. അപ്പോൾ നമ്മൾ സെമി കണ്ടക്ടർ എന്നുള്ള യൂണിറ്റ് ഫിനിഷാണ്. ഓക്കെ, താങ്ക് യു.